ഗ്രാമത്തിൽ നിന്നും അവരെ ഈ സിസ്റ്റർമാരുടെ അടുത്തേക്ക് കൊണ്ടുവന്ന അവരുടെ സമുദായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഈ ജയിലിൽ ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും കണ്ട് വളരെ വിശദമായി സംസാരിച്ചു. ഈ രണ്ട് സിസ്റ്റേഴ്സിൻ്റെയും ആരോഗ്യസ്ഥിതി, അവർ സീനിയർ സിറ്റിസൺസ് ആണ്, അവരുടെ ആരോഗ്യസ്ഥിതി നല്ലതല്ല. അവർ രണ്ടുപേരും പല വിധത്തിലുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാണ്. ഒരു സിസ്റ്റർ കേരളത്തിൽ നിന്നുള്ള ഒരു ആയുർവേദ മരുന്നാണ് കഴിക്കുന്നത്. അത് ഈ പെൺകുട്ടികളെ നാരായൺപൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ മറ്റ് സിസ്റ്ററിൻ്റെ കൂടെ വിടാൻ വേണ്ടി വന്നതാണ്. ആ സിസ്റ്റർ അവിടെ നിന്ന് 2 മരുന്ന്, ഒരു ഗുളിക മാത്രമാണ് കൊണ്ടുവന്നത്. പിന്നെ തിരിച്ചങ്ങോട്ട് പോയി അത് ബാക്കി കഴിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. പക്ഷേ ആ മരുന്നുകൾ ഇവിടെ ലഭ്യമല്ല, അവർക്കാരും അത് എത്തിച്ചു കൊടുക്കുന്നില്ല. അത് കേരളത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ്. അത് ആർത്രൈറ്റിസ് ഉണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള അസുഖങ്ങൾ. അവരെ തറയിലാണ്, ആർത്രൈറ്റിസ് ഉള്ള ഇവരെ തറയിലാണ് കിടത്തുന്നത്. അതൊക്കെ അവർക്ക് പ്രശ്നമാണ്. ആരോഗ്യം അവരുടെ നല്ലതല്ല. ജയിലധികാരികളോട് ഞങ്ങൾ പറഞ്ഞത് അവരെ അടിയന്തരമായി ആശുപത്രിയിൽ കൊണ്ടുപോകണം, വൈദ്യസഹായം നൽകണമെന്ന് പറഞ്ഞത് അംഗീകരിച്ചിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പക്കാരനെ കണ്ടു, അവൻ പറഞ്ഞ അതിക്രൂരമായി മർദ്ദിച്ചു അവനെ സംഘപരിവാർ സംഘടനകൾ. അവിടെ ഇവരുടെ ചോദ്യം ചെയ്യലുകളെ, ഇവരുടെ പരിശോധന, ഇവരുടെ ഡോക്യുമെന്റ് പരിശോധന, ഇതെല്ലാം നടത്തിയത് റെയിൽവേയുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിൽ അവര് ഒരു നോക്കുകുത്തിയായി മാറി നിൽക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം ഈ പരിശോധന നടത്തുക, ഇവരെ അധിക്ഷേപിക്കുക, ഇവരെ ആക്രമിക്കുക, ഇതെല്ലാം ചെയ്തത്. ആ കന്യാസ്ത്രീകളോട് പറഞ്ഞ വാക്കുകൾ, അവരോട് പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞു, എത്ര മ്ലേച്ഛമായ, എത്ര നികൃഷ്ടമായ വാക്കുകളാണ് ഉപയോഗിച്ചത്. നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിന്നും നിങ്ങൾ എങ്ങനെ പുറത്തു വന്ന ആ ഗതി നിങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് കേൾക്കുന്നവർക്ക് ബോധ്യമാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് ഈ ബജ്രംഗ് ദൾ ആളുകൾ അവിടെ ചെയ്തത്. അവരെ രാവിലെ 8 മണിക്ക് അവിടെ സ്റ്റേഷനിലെത്തിയിട്ട് വൈകുന്നേരം 5 മണി വരെ പല ആളുകൾ മാറി മാറി വന്ന ബജ്രംഗ് ദൾ ആളുകൾ അവരെ ചോദ്യം ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്യുകയാണ്. ഈ ചെറുപ്പക്കാരനെ ആക്രമിച്ചുകൊണ്ട് നീ ധർമാന്തരം നടത്തിയവരാണ് എന്ന് പറയണം എന്ന് നിർബന്ധിച്ചു പറഞ്ഞ അവരെ ആ സ്റ്റേറ്റ്മെന്റ്, ഇവരുടേതായി വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഈ ബജ്രംഗ് ദൾ ആളുകൾ നിർബന്ധിച്ച് എഴുതിച്ച സ്റ്റേറ്റ്മെന്റുകളാണ് എന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. എന്തു തന്നെ ആയാലും ഇത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് ഇവരെ 3 പേരെയും ജയിലിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസുകൾ ബെയിൽ എന്നുള്ളതല്ല, ഉടനടി ഈ കേസ് റദ്ദാക്കിക്കൊണ്ട് അവരെ മോചിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം അങ്ങേ അറ്റം തെറ്റായ ഒരു കേസാണിത്. അതുകൊണ്ട് മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ ഡെലിഗേഷൻ ആവശ്യപ്പെടുകയാണ്. ഇടതുപക്ഷ പാർട്ടികളുടെ എംപിമാരടക്കമുള്ള ഡെലിഗേഷൻ വന്ന് ഇന്നലെ, നിങ്ങൾക്കറിയാം, ഇന്നലെ അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് റിട്ടേൺ അവരുടെ സൈനുള്ള ഒരു പെർമിഷനോടെയാണ് വന്ന്. എന്തിനായാലും ഞങ്ങൾ അവരോട് സംസാരിക്കാൻ സമയം തന്നു. ഈ 2 കന്യാസ്ത്രീകളും ഈ ആരോഗ്യ വിഷയമുള്ളത് ഞങ്ങളെ ആശങ്കയിലാക്കുന്നതാണ്.